നമസ്കാരം. നമ്മളിന്നൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബസ് റോഡിൽ നിന്നും 200 മീറ്റർ കോൺക്രീറ്റ് ഉണ്ട്, ബാക്കിയൊരു 200 മീറ്റർ മൺ റോഡാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം. പറമ്പിൻ്റെ നടുക്കൂടിയാണ് വഴി വരുന്നത്. ഒരുപാട് കുരുമുളകും അടയ്ക്കാമരവും തെങ്ങും എല്ലാം ഉള്ള വറ്റാത്ത കുളമുള്ള ഒരു അത്യാവശ്യം വലിയൊരു സ്ഥലമാണ്. വീഡിയോ താല്പര്യമുള്ളവർ മുഴുവനും കാണണം, അതിനുശേഷം മാത്രം കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ വീട് ഉപയോഗശൂന്യമാണ്, വേണമെങ്കിൽ ഒരു ആൾട്രേഷൻ ചെയ്തെടുത്താൽ നമുക്കൊരു ഫാമിലിക്കൊക്കെ താമസിക്കാം. കൂടുതലും കുരുമുളകും അടയ്ക്കാമരം ഉണ്ടോ. നിലവിൽ ഒരു ആവറേജ് എങ്ങനെ പോയാലും 1 ടൺ മുളക് ഉറപ്പായിട്ടും കിട്ടുന്ന സ്ഥലമാണ്. അടയ്ക്കാമരം അതിനനുസരിച്ചുണ്ട്. പറമ്പിൻ്റെ നടുക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. നല്ല ആദായമുള്ള പറമ്പാണ് ഇത്. വെറുതെ പറയണല്ല, തള്ളിന് വേണ്ടി പറയണല്ല, ഉള്ള കാര്യമാണ്. നല്ല വരുമാനമുള്ള പറമ്പാണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ബസ് റോഡിൽ നിന്നും, ഞാൻ പറഞ്ഞു ബസ് റോഡിൽ നിന്നും 200 മീറ്റർ കോൺക്രീറ്റ്, 200 മീറ്റർ മൺ റോഡ്. അവിടെ നിന്നൊരു അടുത്തൊരു ടൗൺ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ, മറ്റൊരു ടൗണിലോട്ട് ഒരു 10 കിലോമീറ്ററും ദൂരം ഉണ്ടാവും, പ്രധാന ടൗണിലോട്ട്. ഈ കാണുന്ന പ്രദേശം മുഴുവൻ ഇതിൽ പെട്ടതാണ്. നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കയറി കാണില്ല, ആദായമുള്ള പറമ്പ് തന്നെയാണ്. കറണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ പറമ്പിൽ. ഞാൻ പെട്ടെന്ന് എനിക്ക് കാഴ്ചയിൽ അടയ്ക്കാമരവും കുരുമുളകാണ് പെട്ടെന്ന് എടുത്ത് കാണുന്നത്. ജാതിയൊക്കെ ഉണ്ട് കേട്ടോ. പൊതുവെ മൃഗങ്ങളുടെ ശല്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാം. പക്ഷെ നമ്മുടെ സ്ഥലത്ത് അങ്ങനെ മൃഗശല്യങ്ങൾ കുറവാണ്. പന്നിയൊക്കെ ചിലപ്പോൾ ബൈ ചാൻസ് വരാം. കുരങ്ങ്, ആന മുതലായവയുടെ ശല്യമൊന്നുമില്ല എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഏകദേശം ഒരു നമ്മൾ കാണിക്കാൻ പറ്റിയ ഭാഗങ്ങൾ. അത് നമുക്ക് ഉള്ളിലോട്ടൊന്നും കയറി അങ്ങനെ കാണൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത്ര 13 ഏക്കർ നടന്ന് കാണാൻ പറ്റില്ല. ഞാൻ കാണിച്ചു വെള്ളം, വഴി, കറണ്ട് ഉള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഷെഡുണ്ട്, ഷെഡിൽ കറണ്ട് ഉണ്ട്. പറമ്പിൽ അത്യാവശ്യം മിക്ക ഭാഗത്തോട്ടും വഴിയുണ്ട്. എന്നാൽ കുന്നാണെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചരിവുള്ള പ്രദേശം. നമ്മുടെ പറമ്പ് 13 ഏക്കറാണ്. ഒരു 26 ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാവുന്നുള്ളൂ. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ബാക്കി വിശദവിവരങ്ങൾ സംസാരിക്കാം. ഓക്കെ.